എൻ്റെ പേര് അഞ്ജലി. ടൈം കൺസ്ട്രെയിൻ ആയിട്ടുള്ളവർക്ക് കോച്ചിങ് എടുക്കുന്നത് തന്നെയായിരിക്കും കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിട്ട് ഉണ്ടാകുന്നത്. എൻ്റെ പേര് ഗോകുൽ കൃഷ്ണൻ. ഡു ഓർ ഡൈ സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ബിഗ് ലേണിങ്ങിൻ്റെ ഒരു കോഴ്സ് എടുക്കുമായിരുന്നു. എൻ്റെ പേര് ഷബാനു യാസ്മിൻ. നമുക്കൊരു സ്റ്റേബിൾ ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ജോബാണ്. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ജോബാണ്. അതുകൊണ്ടാണ് AOക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത്. മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ നന്നായി പഠിച്ചൊരു പോർഷൻ ആയിരിക്കും, ചിലപ്പോൾ അത് ഫുള്ളി മറന്നു പോയിട്ട് ആൻസറിലോട്ട് എത്താൻ നല്ല പാടുപെടുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ സബ്ജക്ട്സിലും ബെസ്റ്റ് ഫാക്കൽറ്റീസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കൺസെപ്റ്റ്സ് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് പോയിന്റ് വൈസ് എല്ലാം പറഞ്ഞു പോകുന്നതിനേക്കാളും ഒന്നും അറിയാത്ത ഒരാൾക്ക് ആദ്യം തൊട്ട് പഠിപ്പിക്കുന്ന പോലെയാണ് ഇവരെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. മെൻറ്റർ വഴി നമ്മൾ ആസ്ക് ചെയ്യുകയാണെങ്കിൽ അത് ആയിട്ട് ഒരു 2 to 3 hours തന്നെ ഏകദേശം നമുക്ക് എല്ലാ ഡൗട്ടിനുള്ള ക്ലിയറൻസും കിട്ടും. ഇതുപോലെ ലാസ്റ്റ് മന്ത് സ്പെസിഫിക്കലി റിവിഷൻ ആൻഡ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസും ഉണ്ടായിരുന്നു. ഓരോ സബ്ജക്റ്റിൽ ലാസ്റ്റിൽ നമുക്ക് 2-3 ക്ലാസ് വെച്ച് Q&As മാത്രം സബ്ജക്ട്സിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. എല്ലാവർക്കും ബിഗ് ലേണിങ്ങിൻ്റെ മറ്റൊരു സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഗ്രികൾച്ചർ ഓഫീസറിൻ്റെ റാങ്ക് ലിസ്റ്റിലെ ടോപ്പ് റാങ്കേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ ഇവരുടെ ഒരു വിജയയാത്ര എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചറിയാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷനിലേക്ക് നിങ്ങളെ 3 പേരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പം നിങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. എൻ്റെ പേര് അഞ്ജലി. അഗ്രികൾച്ചർ ഓഫീസർ എക്സാമിൽ 9th റാങ്ക് ഉണ്ടായിരുന്നു. കറൻ്റ്ലി ഞാൻ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആയിട്ട് KVK കൊല്ലത്ത് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ഗോകുൽ കൃഷ്ണൻ. ഞാൻ ഇതിൽ നമ്മൾ അഗ്രികൾച്ചർ ഓഫീസർ റാങ്കിൽ 40 റാങ്ക് ഉണ്ടായിരുന്നു. ഞാനിപ്പം കറൻ്റ്ലി ഫാർമസിസ്റ്റായിട്ട് കായംകുളത്ത് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ഷബാനു യാസ്മിൻ. ഞാൻ മലപ്പുറത്തു നിന്ന് വരുന്നു. ഞാനിപ്പോൾ കറൻ്റ്ലി AFPROയിൽ ഫീൽഡ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും UG അഗ്രികൾച്ചർ ചെയ്തവരാണ്. അപ്പം നിങ്ങളുടെ ഒരു സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ PSCയിലേക്ക്, അതായത് ഒരു സർക്കാർ ജോലി നോക്കി തുടങ്ങാമെന്നുള്ളൊരു ഇത് വന്നത് എപ്പോഴാണ്? UG കഴിഞ്ഞ എല്ലാ അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികൾക്കും അവരുടെ ഡ്രീം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഓഫീസർ ആവുക എന്നുള്ളതായിരിക്കും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 3 എക്സാംസ്, അഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള 3 എക്സാംസ് വരുന്നത്. ഫാം അസിസ്റ്റൻറ്റ്, അഗ്രി അസിസ്റ്റൻറ്റ്, പിന്നെ അഗ്രികൾച്ചർ ഓഫീസർ. അപ്പം ഒരു സേഫ് ആയിട്ടുള്ളൊരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ജോബ് സെക്യൂരിറ്റി കിട്ടുക എന്നുള്ളത് തന്നെയായിരുന്നു എന്നെ ഈ PSCയിലോട്ട് നയിച്ച ഫാക്ടർ എന്ന് പറയുന്നത്. ഗൂഗിളിൻ്റെ കേസിലും അത് തന്നെയായിരുന്നു. എൻ്റെ കേസിൽ ഏകദേശം അതായിരുന്നു. പക്ഷേ മെയിനായിട്ടെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഭൂരിഭാഗം പേരും കോഴ്സ് കഴിഞ്ഞാൽ നേരെ ജർമ്മനി അല്ലെങ്കിൽ ഓസ്ട്രിയ അങ്ങനത്തെ ഒരു ഇതിലോട്ട് പോകുന്നതായിരിക്കും അവർക്കെല്ലാം താല്പര്യം. അപ്പം ഞാനും അതൊക്കെ നോക്കിയായിരുന്നു. പിന്നീട് ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ബിഗ് ലേണിങ്ങിൻ്റെ ഒരു കോഴ്സ് എടുക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഒന്ന് പഠിച്ച് നോക്കാം എന്നുള്ള രീതി. ഇവർ ആദ്യമായിട്ട് തുടങ്ങുന്നത് അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റിനായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ആദ്യം ചേർന്ന കോഴ്സ്. അപ്പോൾ അത് ചേർന്ന് ഒരു 2 month ആയപ്പം ഒന്ന് പിക്കപ്പായിട്ട് ചെയ്ത് നോക്കാം എന്നൊരു കോൺഫിഡൻസ് ആയി. അതിനുശേഷം കണ്ടിന്യൂ എനിക്കൊന്ന് അന്ന് വിദ്യാ മിസ് തന്നെയായിരുന്നു നമ്മുടെ മെൻറ്ററായിട്ടിരുന്നത്. അപ്പം പുള്ളിക്കാരിയൊക്കെ ഗൈഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയൊക്കെ പറഞ്ഞ അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു പ്രോസസ്സിനകത്ത് നമ്മൾ ഇപ്പം പഠിച്ചു തുടങ്ങാനുള്ള ഒരു ലെങ്തി പ്രോസസ്സാണ്. നമ്മളിപ്പം ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഒന്നും നേടിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രയാസം അത്രയും സിലബസ് ഉണ്ട്. അപ്പം നമ്മളൊരു ലോങ് പ്രോസസ്സിലോട്ട് നമ്മൾ ഇൻവോൾവ് ആകുമ്പോഴാണ് ഇതെല്ലാം നമുക്ക് പറ്റണത്. അപ്പം അതിനുശേഷം ഞാൻ ബിഗ് ലേണിങ്ങിൻ്റെ കോച്ചിങ് ചേർന്നത്. അപ്പം അപ്പോഴാണ് എനിക്ക് ആ ഒരു ഫ്ലോയിലോട്ട് വന്നതും നമ്മൾ ആ സ്റ്റഡി പ്ലാനിലോട്ട് സെറ്റ് ആയത്. അപ്പം നമുക്ക് അതൊരു കോൺഫിഡൻസ് ആയത്. നമുക്ക് എല്ലാ മന്തും സ്റ്റഡി പ്ലാൻ ഇടും. അതായത് ഇന്ന സബ്ജക്റ്റ് ഇന്ന സമയത്തിനുള്ളിൽ കവർ ചെയ്യുക, ഇന്ന ടോപ്പിക്സ് കവർ ചെയ്യുക. അപ്പം അങ്ങനെ നമുക്കൊരു സ്റ്റഡി പ്ലാൻ തരും. അപ്പം ഞാൻ ഏകദേശം അതേ പ്ലാൻ തന്നെ ഫോളോ ചെയ്ത് എൻ്റെ ഒരു സിലബസ് ഏകദേശം ഒന്ന് കവറായി. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി പറ്റും അഗ്രികൾച്ചർ ലെവലിലുള്ള എക്സാംസിലോട്ട് കോമ്പറ്റേറ്റീവ് ആയെന്നൊരു തോന്നലാണ്. അപ്പോൾ അതിനുശേഷം ഫസ്റ്റ് അപ്പിയർ ചെയ്ത് അഗ്രികൾച്ചർ അസിസ്റ്റൻ്റ് ആയിരുന്നു. അതിനുശേഷം ഞാൻ ഇപ്പോൾ കറൻ്റ് വർക്ക് ചെയ്യുന്ന ഫാർമസിസ്റ്റൻ്റ് എന്നുള്ള ജോബിലായിരുന്നു. അപ്പോൾ അത് രണ്ടാമത്തെ അതും ബിഗ് ലേണിംഗ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. പിന്നെ നമ്മുടെ എല്ലാവരുടെ ഒരു പ്രീമിയം ജോബായിട്ട് നമ്മൾ കാണുന്ന അഗ്രികൾച്ചർ ഓഫീസർ തന്നെയാണ്. BSc അഗ്രികൾച്ചറിന് ശേഷം ഏറ്റവും നമുക്ക് ആ UG ലെവലിലുള്ള ഏറ്റവും ബെറ്റർ ജോബ് ഒരു അഗ്രികൾച്ചർ ഓഫീസർ എന്നുള്ളതല്ല. അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു സ്ട്രീമിലോട്ട് ഇറങ്ങിയതും ഇത് തന്നെ നമുക്ക് PSC തന്നെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നൊരു കോൺഫിഡൻസ് തന്നെ നമ്മളിത് ജോയിൻ ചെയ്തതിന് ശേഷമാണ്. ഷബാനുവിൻ്റെ കേസിലും ഇങ്ങനെ തന്നെയാണോ? മുന്നേ ഗോകുൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ UGക്ക് ശേഷം PG എടുത്തിട്ടില്ല. സോ UG വെച്ചിട്ട് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ളത് അഗ്രികൾച്ചർ ഓഫീസറാണ്. അത് നമുക്കൊരു സ്റ്റേബിൾ ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ജോബാണ്. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ജോബാണ്. അതുകൊണ്ടാണ് AOക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത്. ഇപ്പോൾ PSCയുടെ ഒരു എക്സാമിനായിട്ട് തയ്യാറെടുക്കുമ്പം നമ്മൾ ഒരുപാട് സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ നേരിടും. അപ്പം ചിലപ്പോൾ സിലബസിൽ പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ പേഴ്സണൽ ഇഷ്യൂസ് ആയിരിക്കാം. അങ്ങനെ
പല കാര്യങ്ങളും കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റാതെ പോവുക, അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റാതെ പോവുകയൊക്കെ ചെയ്യും. അപ്പം നിങ്ങൾ ആ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ നിങ്ങൾ നേരിട്ട എന്തെങ്കിലും വെല്ലുവിളികളോ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട സ്ട്രഗിൾസ് എന്തായിരുന്നു ശരിക്കും? ബേസിക്കലി നേരിട്ട സ്ട്രഗിൾ എന്ന് പറയുന്നത്, നമുക്ക് 4 വർഷം പഠിച്ച കോഴ്സസാണ് ഒരു വിത്തിൻ 5 to 6 months നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പം അത് തന്നെ വലിയൊരു ടാസ്ക് ആയിരുന്നു. മാത്രമല്ല ഇത് അഗ്രിയുടെ സിലബസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വാസ്റ്റാണ്, പിന്നെ നന്നായിട്ട് മെമ്മറൈസ് ചെയ്യേണ്ട സബ്ജക്ട്സുമാണ്. അപ്പോൾ അത്രയും മെമ്മറൈസ് ചെയ്ത് പിന്നെ അത് എക്സാം ഹാളിൽ റീപ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയുന്നത് ആയിരുന്നു എന്നെ സംബന്ധിച്ചുള്ള ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത്. അതിന് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടാക്കുക, അത് കൃത്യമായ ഷെഡ്യൂൾസിൽ റിവൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ടാസ്ക് ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പം അഞ്ജലി പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ഇത്രയും പോർഷൻ പഠിച്ചു തീർക്കാൻ നല്ല സമയം ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് നമ്മളിപ്പം 6 months എന്ന് പറയുമ്പോൾ ഒരു എക്സാം വരാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഈ നോട്ടിഫിക്കേഷൻ ശേഷം ഒരു 1 year എടുക്കും. അപ്പോൾ ഇത്രയും ടൈം നമ്മൾ വേറെ എന്ത് ചെയ്താലും ഇത് മൊത്തം പോകും, കാരണം അത്രയും പഠിക്കാനുള്ള സിലബസ് ഉണ്ട്. അപ്പം പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. എല്ലാ PSCക്കും അതുപോലെ തന്നെ ആയിരിക്കണം. അപ്പം നമ്മുടെ അഗ്രികൾച്ചറിനും നമ്മളിപ്പം ഗസറ്റഡ് ഓഫീസർ ലെവൽ എക്സാംസിന് പ്രിപ്പയർ ആവണമെങ്കിൽ മിനിമം ഒരു 6 months നമ്മൾ പൂർണ്ണമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തേ പറ്റും, ഫുൾ ടൈം അതിനായിട്ട് ഇരുന്നെങ്കിലേ പറ്റും. അല്ലാത്ത പക്ഷം നമ്മൾ സൈഡായിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യുക ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം. നമ്മൾ അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യണം ഇത്രയും സിലബസ് കവർ ചെയ്യാൻ എന്നുള്ളത് എനിക്ക് തോന്നി ഒരു ഡിഫിക്കൽട്ടി ആയിട്ട് തന്നെ തോന്നി. എനിക്കെന്ന് പറയുന്നത്, ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വർക്കിൻ്റെ ഇടയിൽ ആദ്യം ഇനീഷ്യലി ഒന്നും ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ലാസ്റ്റ് ഒരു 2.5 months ഫുള്ളി 9 to 9 രാവിലെ തൊട്ട് ഈവനിങ് വരെ ഫുള്ള് അതിൽ ഇരുന്നിട്ട് ക്ലാസ് കേട്ടു. പിന്നെ നമ്മൾ പറ്റുന്ന പോലെ മുഴുവൻ പോർഷൻ തീരാൻ പറ്റിയില്ലെങ്കിൽ പോലും ഉള്ള സബ്ജക്ട്സ് ഒരു 1 or 2 times റിവൈസ് ചെയ്യാൻ മാക്സിമം നോക്കിയിട്ടുണ്ട്. പിന്നെ ബേസിക്കലി ഇവിടെ ഭയങ്കര ഹെൽപ്ഫുൾ ആയത് എനിക്ക് ഇവിടുത്തെ ഒരു ഷോർട്ട് നോട്ട്സ് ആയിരുന്നു. ഈ ലാസ്റ്റിലോട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നത്, ഞാൻ ഇനി ക്ലാസ് മുഴുവൻ കേട്ട് എനിക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ ഇവരുടെ നോട്ട്സ് വളരെ ക്രിസ്പ് പോയിൻറ്റ്സ് എല്ലാം കൂടെ ഉള്ളത് കാരണം നമുക്ക് ഈ നോട്ട്സ് റെഫർ ചെയ്താൽ മതി. ക്ലാസ്സും പിന്നെ ഇവരുടെ നോട്ട്സും കൂടെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയായിരുന്നു. പിന്നെ PYQസും ലാസ്റ്റിലോട്ട് വന്ന Q&A സെഷൻ, പിന്നെ ഓരോ ക്ലാസ് കഴിഞ്ഞ് അവിടെ തന്നെ ഒരു 10 questionsോളം ആ പോർഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ഈ ക്ലാസ് കേട്ടത് നമുക്ക് ഓർമ്മയുണ്ടോ, അതിൽ കൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലായോ എന്നൊക്കെ അപ്പോൾ തന്നെ ചെക്ക് ചെയ്യാം. ഇനി അപ്പോൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ ക്ലാസ് പോയിട്ട് ആ പോർഷൻ ഒന്നും കൂടെ ക്ലിയർ ചെയ്യാം. അങ്ങനെ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഫോളോ അപ്പ് ഉള്ളത് നന്നായിട്ട് തോന്നിയായിരുന്നു. പിന്നെ ഒരു കാര്യം എനിക്ക് ആഡ് ഓൺ ചെയ്യാനുണ്ട്. നമ്മൾ ഈ മെമ്മറൈസ് ചെയ്യുന്ന കാര്യം പറയുമ്പോഴത്തേക്കും ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ നന്നായി പഠിച്ചൊരു പോർഷൻ ആയിരിക്കും, ചിലപ്പോൾ അത് ഫുള്ളി മറന്നു പോയിട്ട് ആൻസറിലോട്ട് എത്താൻ നല്ല പാടുപെടുന്ന എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ കുറച്ച് ഡൗൺ ആയി പോകാറുണ്ടായിരുന്നു. വീണ്ടും ഒന്നുകൂടെ എടുത്ത് ആ പോർഷൻസ് റിവൈസ് ചെയ്യണം, അയ്യോ ഞാൻ പഠിച്ചെല്ലാം മറന്നു പോയോ, എനിക്ക് പറ്റുമോ എന്നൊരു തോട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ടത്. ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ എക്സാം FAൻ്റെ ആയാലും അഗ്രി അസിസ്റ്റൻ്റ് ആയാലും അഗ്രികൾച്ചർ ഓഫീസറിനും ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ആസ്പിറൻസിൻ്റെ ഒരു ബിഗ് പോയിൻ്റ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ കുറച്ചൊന്ന് മെൻ്റലി ഡൗൺ ആവും. ഒരു സപ്പോർട്ട്, ആ പിയർ ഗ്രൂപ്പിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അതിപ്പം ഈ ബിഗ് ലേണിങ്ങിൽ തന്നെ വിദ്യാഭ്യാസ ആ സമയത്ത് നമുക്ക് ഇടയ്ക്ക് വോയിസ് ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും, കുഴപ്പമില്ല, ഇതെല്ലാവർക്കും പറ്റുന്ന പ്രശ്നമാണ്, നിങ്ങൾക്ക് കോപ്പ് ചെയ്ത് വരാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഇടയ്ക്കിടയ്ക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്നവർ ചിലർ സെൽഫ് സ്റ്റഡി ചെയ്യാറുണ്ട്, ചിലരാണെങ്കിൽ മറ്റൊരു സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യാറുമുണ്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു? സെൽഫ് സ്റ്റഡി ആയിരുന്നോ അതോ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്താണോ? അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ രണ്ടും ചെയ്തവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അതിനെപ്പറ്റി? ഞാൻ അഗ്രികൾച്ചർ ഓഫീസറിന് ബിഗ് ലേണിങ്ങിൻ്റെ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ FAയുടെ ഫാം അസിസ്റ്റൻറ്റിന് സെൽഫ് സ്റ്റഡി ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സിലബസ് കവറപ്പ് ആവില്ല. നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്യും, അത് ഡിപ്പെൻസ്, പേഴ്സൺ ടു പേഴ്സൺ അത് വേരി ചെയ്യും. ഞാൻ PG ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു FAൻ്റെ എക്സാം വന്നത്. അപ്പം ആ സമയത്ത് അതിനും റിസർച്ചിനും പഠിക്കുന്നതിനോട് സമയം കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സിലബസിൽ നിന്ന് തന്നെ മാറിപ്പോവും. റിവൈസ് ചെയ്യാൻ പ്രോപ്പറായിട്ട് ഷെഡ്യൂളില്ല, ടൈം കിട്ടില്ല. പിന്നെ ചില സമയത്ത് ഇത് എഫക്റ്റീവ് ആവാതെ പ്രൊഡക്റ്റീവായിട്ട് ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തതെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അഗ്രികൾച്ചർ ഓഫീസർ എക്സാം വന്നപ്പോഴത്തേക്കും ഒരു കോച്ചിങ് എടുക്കാം എന്ന് ഡിസൈഡ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു സ്റ്റഡി പ്ലാൻ കാണും, അവിടെ മെൻറ്റേഴ്സ് ഉണ്ടാവും. അപ്പം നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിരിക്കും, ഡൈവേർട്ട് ചെയ്ത് പോവില്ല. പിന്നെ
പീരിയോഡിക്കായിട്ട് മോക്ക് ടെസ്റ്റുകൾ വരുമ്പോഴത്തേക്കും നമ്മൾ റിവിഷൻ കറക്റ്റായിട്ട് നടക്കും. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടൈം കൺസ്ട്രെയിൻ ആയിട്ടുള്ളവർക്ക് കോച്ചിങ് എടുക്കുന്നത് തന്നെയായിരിക്കും കുറച്ചുകൂടി ബെനിഫിഷ്യലായിട്ട് ഉണ്ടാകുന്നത്. അത് പേഴ്സൺ ടു പേഴ്സൺ നേരത്തെ പറഞ്ഞ കണക്ക് വേരി ചെയ്യും, ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും. കോച്ചിങ് എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കിപ്പം അഗ്രികൾച്ചറിന് ഒരു 10 സബ്ജക്റ്റോളമാണ് ഉള്ളത്. ഈ ഈച്ച് ഡിവിഷനായിട്ട് 10 മാർക്ക് വെച്ച് ഈച്ചായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ ഈ 10 സബ്ജക്ട്സും നമുക്ക് ഒരു മെൻറ്റർ സപ്പോർട്ടോ ടീച്ചർ സപ്പോർട്ടോ ഇല്ലാതെ കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊരു കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു ഒരു കോച്ചിങ് എടുത്താൽ നമുക്ക് ഈ 10 സബ്ജക്റ്റിന് ഒരു സബ്ജക്റ്റ് എക്സ്പേർട്സിനെ കിട്ടുമല്ലോ. നമുക്ക് നമ്മളെ ഗൈഡ് ചെയ്യാനും നമുക്ക് അവരോട് വിഗ്ലേണിങ് നമുക്ക് ആ സ്റ്റാഫിനെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെൻറ്റർ വഴി നമ്മൾ ആസ്ക് ചെയ്യുകയാണെങ്കിൽ അത് ഒരു 2 to 3 hours തന്നെ ഏകദേശം നമുക്ക് എല്ലാ ഡൗട്ടിനുള്ള ക്ലിയറൻസും കിട്ടും. അപ്പം നമുക്ക് അതുകൊണ്ട് ഈ 10 സബ്ജക്ട്സ് കവർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത് കൊണ്ട് കോച്ചിങ് എടുക്കണമായിരിക്കും ബെറ്റർ സെൽഫ് സ്റ്റഡിയേക്കാളും. പിന്നെ പൊതുവേ ഇപ്പം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഷോർട്ട് പീരീഡിലായിരിക്കും പഠിച്ച് തുടങ്ങുന്നത്. ഒരു 1 year പ്രിപ്പയർ ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും. അപ്പം നമ്മൾ ആ ഒരു 6 months ഇപ്പം 5 മുമ്പ് പറഞ്ഞ പോലെ ആ ഒരു ഷോർട്ട് പീരീഡിൽ കവർ ചെയ്യണമെങ്കിൽ കോച്ചിങ് ഭയങ്കര ബെനിഫിഷ്യലായിരിക്കും. അപ്പം ഞാനൊരു കോച്ചിങ് ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുക പഠിക്കുന്ന കുട്ടികൾക്കായിട്ട്. ഞാനും ഇതുപോലെ കോച്ചിങ് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 4 year കോളേജിൽ പഠിച്ചെങ്കിൽ പോലും ഈ സബ്ജക്ട്സിൻ്റെ എല്ലാം നോട്ട്സും പിന്നെ നമ്മൾ പഠിച്ചതാണെങ്കിൽ കൂടി ആ കൺസെപ്റ്റ്സ് എല്ലാം ഒന്ന് റീഫ്രഷ് ചെയ്ത് കിട്ടാനും ഒന്ന് എല്ലാം വൃത്തിക്ക് നമുക്ക് ഓർമ്മ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾ പഠിപ്പിക്കുന്നതാവും കുറച്ചുകൂടെ നന്നായിരിക്കും. അതാകുമ്പോൾ നമ്മൾ എഫേർട്ട് ഇട്ട് ഈ സിലബസ് പ്രകാരം എല്ലാ നോട്ട്സും എല്ലാം കണ്ടുപിടിച്ച് വരുന്നതിനേക്കാളും നമുക്ക് എപ്പോഴും ഈസി ആവുന്നത് അത് വേറൊരാൾ ടൈം അത്രയും നമുക്ക് അതെ സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓൾറെഡി ഇത്രയും പോർഷൻസ് കവർ ചെയ്യണം, ബാക്കി നമ്മുടെ റിവിഷൻ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ പിന്നെ നോട്ട്സ് കണ്ടുപിടിക്കാനും ബാക്കി എല്ലാ കാര്യത്തിനും കൂടെ നമ്മുടെ എഫേർട്ട് നമുക്ക് വേസ്റ്റ് ചെയ്യണ്ട. അതും അത്രയും ടൈം കൂടെ നമുക്ക് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിലും ഇവരെല്ലാം സബ്ജക്റ്റ് വൈസ് ഏതൊക്കെ മെയിൻ ടോപ്പിക്സ് ആണ് നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടത്, ഏത് പോർഷൻസ് നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക, അങ്ങനെയെല്ലാം ഇവർ നമുക്ക് പറയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഇപ്പം നിങ്ങളെല്ലാം ടോപ്പ് റാങ്കേഴ്സാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾ എന്തെങ്കിലും ടിപ്സോ ട്രിക്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇത്രയും ടോപ്പ് റാങ്കിലേക്ക് എത്താനായിട്ട്? നമുക്ക് ടിപ്സായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ഫസ്റ്റ് റാങ്ക് നമ്മുടെ ബിഗ് ലേണിങ്ങിൽ തന്നെയാണ് അമ്മയെന്ന് പറഞ്ഞത്. അപ്പം പുള്ളിയുടെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. അപ്പം പുള്ളിയുടെ ആണ് ഞാൻ ഇപ്പോൾ അഞ്ജലിയോട് ചോദിച്ചപ്പം അവർക്ക് എല്ലാവരും ചെയ്ത് എനിക്ക് തോന്നുന്നു എല്ലാവരും നമ്മുടെ ബിഗ് ലേണിങ്ങിൻ്റെ നോട്ട്സ് തന്നെ കൂടാതെ സ്വന്തമായിട്ടൊരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യും. അതായത് സെൽഫ് നോട്ട്സ് നമുക്ക് അതായത് നമ്മളിപ്പോൾ മൊത്തം ബെസ്റ്റ് ഓഫ് ആൾ നമ്മൾ പറയുമ്പോൾ എല്ലാ സബ്ജക്റ്റും നമ്മൾ സ്വന്തം നോട്ട് ഉണ്ടാക്കി വെക്കണതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ കൈയക്ഷരത്തിൽ എഴുതിയ നോട്ടിനെക്കാട്ടും ബെറ്ററായിട്ട് വേറൊരു മെറ്റീരിയൽ ഇല്ല. അപ്പം നമുക്ക് കിട്ടുന്ന സബ്ജക്റ്റിൻ്റെ എല്ലാം സ്വന്തമായിട്ട് ക്ലാസ്സുകൾ കേട്ടിട്ട് സ്വന്തം കൈപ്പടയിലൊരു നോട്ട് ഉണ്ടാക്കി എടുക്കുന്നത് ഭയങ്കര മെച്ചമായിരിക്കും. അതായിരിക്കും നിങ്ങളുടെ ഒരു 70% നമ്മുടെ റാങ്ക് പോലും കിട്ടുന്നത് ചെയ്യണമെന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ തോന്നുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ 10 സബ്ജക്റ്റ് ഉണ്ടെങ്കിലും അതിൽ നമ്മുടെ സ്ട്രോങ് ഹോൾഡായിട്ടുള്ള ഏതെങ്കിലും 2-3 സബ്ജക്റ്റ് കാണും. അപ്പോൾ നമുക്കത് ഓൾറെഡി തറവാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സമയം കളയാതെ നമ്മുടെ വീക്കസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണ്, നമുക്ക് കൺസെപ്റ്റ് ക്ലാരിറ്റി കുറവുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ജെനറ്റിക്സും അഗ്രികൾച്ചർ എക്കണോമിക്സും ആയിരുന്നു. അപ്പോൾ ഞാൻ അതിന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ ഹോർട്ടിക്ക് ഇപ്പം ഒലറിക്കൾച്ചറും വരും, ഹോർട്ടിക്കൾച്ചർ 20 questions ആയിരിക്കും അതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ ബാക്കി ഓരോ സബ്ജക്റ്റിനും 10 അല്ല ഉള്ളൂ. ഇത് 20 ആകുമ്പോൾ കുറച്ചും കൂടെ ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അത്രയും റിട്ടേൺ നമുക്ക് അതിൽ നിന്ന് കിട്ടും. പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് മറന്നു പോകുന്ന സ്റ്റിക്കി നോട്ട്സ് ഉപയോഗിച്ചിട്ട് സ്വന്തം നോട്ട്സിലോ അല്ലെങ്കിൽ പെട്ടെന്ന് കാണാൻ പറ്റുന്ന സ്ഥലത്ത് സ്റ്റഡി റൂമിൻ്റെ അവിടെ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കുന്നത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കുന്നത് ഫോണിൽ. പിന്നെ കുറച്ചും കൂടി പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് സ്റ്റഡി ഇപ്പം നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുണ്ട് ഇങ്ങനെ ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യാന്നുണ്ടെങ്കിൽ അതും കുറച്ച് നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ POP ഒക്കെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ആയിരുന്നു പഠിക്കുന്നത്. അപ്പം നമ്മളൊരു 10 pages അല്ലെങ്കിൽ 20 pages ഒരു ഡേ കവർ ചെയ്തുകൊണ്ട് വരാൻ പറയും. ഇപ്പോൾ POP അറിയാം, റൈസ് ആയിരിക്കും ആദ്യത്തെ ഒരു 10-30 pages ഉള്ളൂ. അപ്പോൾ അത് തന്നെ വായിച്ചെടുക്കാൻ കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ അത് ഡിവൈഡ് ചെയ്തിട്ട് ആദ്യത്തെ 10 പേജ് നീ പഠിക്കുക, മറ്റേത് 10 പഠിച്ച അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് പിന്നെ ഡിസ്കസ് ചെയ്യുക ടോപ്പിക്ക്. അത് എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്, എല്ലാവർക്കും ആവുമെന്നറിയില്ല. എനിക്കും അഞ്ജലി പറഞ്ഞ പോലെ തന്നെ മുന്നത്തെ എക്സാംസിനൊക്കെ ഞാൻ സെൽഫ് സ്റ്റഡിയാണ് ഒന്ന് ട്രൈ ചെയ്തിരുന്നത്. പക്ഷേ അപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് മോട്ടിവേഷൻ പോകുന്ന പോലെയും കൺസിസ്റ്റൻസി കീപ്പപ്പ് ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ AU അഗ്രികൾച്ചർ ഓഫീസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട് കാവ്യൻ്റെ കൂടെയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഏതെങ്കിലും ഒരാൾക്ക്
മടി പിടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ അപ്പുറത്തെ ആളുണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോർഷൻസ് ഒരുപോലെ കീപ്പപ്പ് ചെയ്യാനും ഞങ്ങൾ ഒരുമിച്ചാണ് ക്ലാസ്സും കണ്ടിരുന്നത്. അപ്പോൾ അത് ഭയങ്കര ബെനിഫിഷ്യലായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ നമ്മൾ എങ്ങനെ പോയാലും എത്ര ഷോർട്ട് ടൈം ആണെങ്കിലും നമ്മൾ റിവിഷന് ടൈം കണ്ടെത്തണം. എങ്ങനെയെങ്കിലും ഒരു സ്ട്രിക്റ്റ് ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് ഒരു 1 or 2 ടൈംസ് നമുക്ക് എങ്ങനെയായാലും അതുവഴി ഒന്നും കൂടെ പോയാലാണ് നമുക്കത് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റിവിഷൻ നന്നായി സ്ട്രെസ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്രിപ്പറേഷൻ ഒരു എക്സാമിനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് സപ്പോർട്ടീവായിട്ട് കുറേ ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ടൈമിൽ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് നിന്ന ഫാക്ടേഴ്സ് എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? AO എക്സാമിൻ്റെ ആ സമയത്ത് ഞാൻ വീട്ടിൽ നിന്നത് പ്രിപ്പയർ ചെയ്തിരുന്നത്. അപ്പം വീട്ടിൽ നമ്മൾ വളരെ കംഫർട്ട് സോണിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈമായിരുന്നു. പ്രത്യേകിച്ച് വർക്കിംഗ് എക്സ്പീരിയൻസ് സംബന്ധിച്ചിടത്തോളം അത് ഡിഫിക്കൾട്ടാണ് അവർക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. പിന്നെ വീട്ടിൽ അമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മളൊന്നും ചെയ്യണ്ടായിരുന്നു, ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നുള്ളത് നമ്മൾ കോച്ചിങ് എടുത്തുകൊണ്ട് തന്നെ ഫാക്കൽറ്റീസിൻ്റെ സപ്പോർട്ട് വളരെ ഉണ്ടായിരുന്നു. ഇപ്പം ബിഗ് ലേണിങ്ങിലാണെങ്കിൽ വിദ്യാ മാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെൻറ്ററായിരുന്നു. അപ്പം നമ്മൾ വീക്കസ്റ്റ് പോയിന്റിൽ പുള്ളിക്കാരിയാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. നമുക്ക് എപ്പോൾ വേണേലും വിളിക്കാം, സപ്പോർട്ട് തരാം എല്ലാം. പിന്നെ നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാ സബ്ജക്ട്സിലും നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ ആ സ്പെസിഫിക് ഡൗട്ട് എന്തോ ആ ടോപ്പിക്കിന് ഒരു സെഷൻ തന്നെ എടുത്തു തരാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു ഫാക്കൽറ്റീസ്. എസ്പെഷ്യലി ജെനറ്റിക്സിലെ സുനിൽ സാറ് ഓരോ കൺസെപ്റ്റും നമുക്ക് തത്തമ്മയെ പഠിപ്പിക്കുന്നതാണൊക്കെയായിരുന്നു സാറ് പഠിപ്പിച്ച് തന്നുകൊണ്ടിരുന്നത്. ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആക്കിയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഡൗട്ട് സെഷൻ തന്നെ ഒരു 2 to 3 ക്ലാസ്സസ് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണെങ്കിലും അതിനും ഒരു 2 to 3 സെഷൻസ് എക്സ്ട്രാ വെച്ചിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ എനിക്കറിയില്ല വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്റ്റാഫ് നമുക്ക് വലിയൊരു ബലമായിരുന്നു. കാരണം ഇപ്പം ഓരോ സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ ജെനറ്റിക്സിന് സുനിൽ സാർ എന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി വീക്കായിട്ടുള്ളൊരു സബ്ജക്റ്റായിരുന്നു എക്കണോമിക്സ്. അപ്പം അതിനകത്ത് അജയ് ആൻഡ്രസോ എന്ന് പറഞ്ഞ സാറും വളരെ പുള്ളിയുടെ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം കോൺസെപ്റ്റ് മനസ്സിലാവും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല ഇപ്പം പറഞ്ഞത്. അപ്പം നമ്മൾ കോൺസെപ്ഷ്യലായിട്ടുള്ള സാധനമാണ് നമുക്കിപ്പോൾ ചോദിക്കുന്നത് എക്സാംസിന്. അപ്പം അത് നമ്മളെ ഒന്നും അറിയാത്ത ഒരാളെ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ ഒരു മികച്ചൊരു കാര്യമാണ്. പുള്ളിയുടെ എഫേർട്സും എല്ലാം. അതുപോലെ തന്നെ നമുക്ക് അഗ്രോണമി നമിത മാം, കാരണം അഗ്രോണമിയാണ് അതിൽ നിന്നാണ് ബാക്കി എല്ലാ സബ്ജക്ട്സിൻ്റെ ഒരു ഇത്. അപ്പം ഏകദേശം ഒത്തിരി ക്വസ്റ്റ്യൻസ് ആ ഒരു പോർഷന് വരും. അത് അതിൽ നമ്മൾ മാർക്ക് എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മാർക്ക് കുറയും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എല്ലാ കോൺസെപ്റ്റും വലിയ വൈഡുമാണ്, ഇച്ചിരി വൈഡായിട്ടുള്ള ഏരിയ ഉണ്ട്. അപ്പം അതെല്ലാം കവർ ചെയ്തത് നമിത മാം. അതുപോലെ തന്നെ നമുക്ക് പിന്നെ നമ്മുടെ സീഡ് ടെക്നോളജി രേഷ്മ മിസ്, അതുപോലെ തന്നെ നമ്മുടെ ഇതൊക്കെയായിരുന്നു റാങ്ക് മേക്കിംഗ് ആയിട്ട് നമുക്ക് വന്ന ടോപ്പിക്സ്. അപ്പം ഈ റാങ്ക് മേക്കിംഗ് ടോപ്പിക്സിൽ ഇവരൊക്കെയാണ് നമുക്കൊരു വലിയൊരു സപ്പോർട്ടും നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസും എല്ലാം നമുക്ക് പറഞ്ഞു തന്നത്. അത് തന്നെ നമുക്ക് എക്സാംസിന് വരികയും ചെയ്തു. എനിക്ക് പറയാനുള്ളത് സീഡ് വളരെ ചെറിയ ടോപ്പിക്കായിരുന്നു. വെച്ചാൽ ഒരു 2-3 ലൈൻസിലായിരുന്നു ഒരു സിലബസ് എഴുതിയിരുന്നത്. പക്ഷെ അതിൽ ഓരോ വേർഡ്സ് എന്ന് പറയുന്നത് പക്ഷേ അതിനുള്ളിൽ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും സീഡ് ആക്ട്, സീഡ് ബില്ല് അതൊക്കെ വരുന്നത്. അതിൽ ഓരോ സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരു 10 out of 10 നമുക്ക് കിട്ടാൻ നമ്മളെ പ്രാപ്തരാക്കിയത് രേഷ്മ മിസ് ആയിരുന്നു. സീഡ് ടെക്നോളജിയിൽ പലർക്കും സീഡ് ടെക്നോളജി ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ ബിഗ് ലേണിംഗ് കോച്ചിങ് എടുത്തത് കൊണ്ട് പിന്നെ മിസ്സിൻ്റെ നോട്ട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. നമുക്ക് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു നോട്ട്സ് ആയിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റുന്നത് വിട്ടുപോയി. ഇതെല്ലാം തരണമെന്ന് വെച്ചാൽ നമുക്ക് മറ്റ് കോമ്പറ്റീറ്റേഴ്സും കാട്ടും ഒരു ഫ്രണ്ട് ലൈൻ അഡ്വാൻറ്റേജ് വരും. അപ്പോൾ ഇങ്ങനത്തുള്ള കോർ സബ്ജക്ട്സിൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് മാർക്ക് എടുക്കാൻ സാധിച്ചാൽ നമ്മൾ പെട്ടെന്ന് ഒരു പ്രീമിയം ഇതിലോട്ട് എത്തും. നമുക്കപ്പം അവിടെ കോമ്പറ്റീഷന് പിന്നെ ഡിറ്റർമിൻ ചെയ്യണം. ഒരു 50 above പിന്നെ നമ്മുടെ ചെറിയ 0.1 മാർക്ക് ഇതൊക്കെയാണ് പിന്നെ റാങ്ക് നിശ്ചയിക്കുന്നത്. അപ്പം അതുവരെ എത്തിച്ചേരുക എന്ന് പറയുന്നത് ഈ ഒരു സബ്ജക്റ്റുകളുടെയൊക്കെ സഹായത്തോടുകൂടി. അപ്പോൾ ഈ സ്റ്റാഫിൻ്റെ കാര്യം നമ്മൾ അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. അപ്പം ഇവരുടെ ഒരു ഹെൽപ്പ് എനിക്കതിനൊരു 100% എൻ്റെ ഒരു സക്സസിൻ്റെ ഒരു കാരണം അവരൊക്കെ ആയിരുന്നു. ഇവർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാ സബ്ജക്ട്സിലും ബെസ്റ്റ് ഫാക്കൽറ്റീസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കൺസെപ്റ്റ്സ് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് പോയിന്റ് വൈസ് എല്ലാം പറഞ്ഞു പോകുന്നതിനേക്കാളും ഒന്നും അറിയാത്ത ഒരാൾക്ക് ആദ്യം തൊട്ട് പഠിപ്പിക്കുന്ന പോലെയാണ് ഇവരെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ ജെനറ്റിക്സ് അതൊക്കെ നമുക്ക് ഒരിക്കലും നോട്ട് വെച്ചിട്ട് ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റുന്നതോ വായിച്ചെടുക്കാനോ പറ്റുന്ന കാര്യങ്ങളല്ല. അതൊരാൾ നമുക്ക് എത്ര
അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നോ അത്രയും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ സുനിൽ സാറിൻ്റെ ക്ലാസ്സൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയായിരുന്നു ആ കാര്യത്തിൽ. പിന്നെ സാറ് തന്നെ ഇവിടെ മെജോറിറ്റി സബ്ജക്ട്സിൽ ഒരു ഫാക്കൽറ്റി തന്നെയാണ് മൊത്തം ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഫോളോ അപ്പ് ചെയ്യാനും ആ ഒരു അതെ ക്ലാസ്സുകൾ അതെ ഓരോ സബ്ജക്റ്റിന് ഉള്ള ആൾ തന്നെയാണ് അതിൽ മെയിൻ എല്ലാ ടോപ്പിക്സും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു സബ്ജക്റ്റിന് ഒരു ഫാക്കൽറ്റിയെ സസ്റ്റെയിൻ ചെയ്ത് നിർത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്റ്റുഡൻസിന് ഫോളോ അപ്പ് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു. ഇപ്പം 2 ഫാക്കൽറ്റീസ് ആണെങ്കിൽ ഒരാൾ ഒരിടത്തായിരിക്കും നിർത്തുന്നത്, വേറൊരാൾ വേറൊരു ടോപ്പിക്കായിരിക്കും സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്നത്. അപ്പം അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ ഒരാളായതുകൊണ്ട് ഇപ്പം ഫെസ്റ്റ് ഓഫ് പപ്പായാണ് ഒരു ദിവസം പഠിപ്പിച്ചെങ്കിൽ അത് ഫുള്ള് തീർക്കും, നെക്സ്റ്റ് വേറെ അടുത്ത ക്രോപ്പ് അങ്ങനെ. അല്ലാതെ സൈമിൾട്ടേനിയസ് ആയിട്ട് എല്ലാം കൂടെ എടുത്ത് മിക്സപ്പ് ആക്കി നമ്മളെ കൺഫ്യൂസ് ചെയ്യത്തില്ലായിരുന്നു. ഇപ്പോൾ ചിലർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് മോക്ക് ടെസ്റ്റുകൾ അതേപോലെ റിവിഷൻ ടെസ്റ്റുകളുടെയൊക്കെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? നിങ്ങളുടെ ഒരു പ്രിപ്പറേഷനിൽ നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു മോക്ക് ടെസ്റ്റിനൊക്കെ ആയിട്ട്? മോക്ക് ടെസ്റ്റും റിവിഷനും ഒരു എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഈ അഗ്രികൾച്ചർ നേരത്തെ പറഞ്ഞ കണക്ക് 10 സബ്ജക്റ്റിലെ എല്ലാ സംഭവങ്ങളും മെമ്മറൈസ് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. അപ്പം കൃത്യമായ ഇടവേളകൾ നമ്മൾ മോക്ക് ടെസ്റ്റ് എടുക്കണം. ഇപ്പം ഒരു ടോപ്പിക്ക് കഴിഞ്ഞിട്ട് മോക്ക് ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പം നമുക്ക് ആ ടോപ്പിക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ ഒന്ന് സെൽഫ് അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം ബിഗ് ലേണിങ്ങിലൊക്കെ നമ്മൾ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു, 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 15 ക്വസ്റ്റ്യന്. ആ ക്വസ്റ്റ്യൻസൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. നമ്മൾ ആ ക്ലാസ് കണ്ടു കഴിഞ്ഞ് ഉടനെ മോക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യത്തില്ല. ക്ലാസ് കണ്ടു കഴിഞ്ഞ് കുറച്ച് ഒരു 2 to 3 ഡേയ്സ് കഴിഞ്ഞിട്ട് ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ മെമ്മറിയിലുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ ലോസ് ആവും നമുക്ക്. അപ്പോൾ അത് വീണ്ടും ഒന്നുകൂടെ റിവൈസ് ചെയ്യാനുള്ള അവസരം കിട്ടും. പിന്നെ അത് കണക്ക് ലാസ്റ്റ് ഇപ്പം ഒരു 100 ക്വസ്റ്റ്യൻസിൻ്റെ ഫുൾ ലെങ്ത് ടെസ്റ്റ് അപ്പോഴും ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാനുള്ളൊരു സ്കോപ്പ് കിട്ടും. അപ്പോൾ എല്ലാ സബ്ജക്റ്റും അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എനിക്കും അത് കറക്റ്റായിട്ട് തോന്നുന്നു. കാരണം നമ്മൾ സിലബസ് കവർ ചെയ്തിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ലാസ്റ്റ് മന്ത്, അതായത് റിവിഷനായിട്ടൊരു മന്ത് വെച്ചായിരുന്നു. അപ്പോൾ ആ റിവിഷൻ മന്തിലാണ് ഞാൻ കൂടുതലും ക്വസ്റ്റ്യൻസിലോട്ട് പോയത്. അതിന് മുമ്പ് അതായത് നമ്മൾ ഓരോ ലെക്ചേഴ്സിൻ്റെ കൂടെയും ഒരു 10 ക്വസ്റ്റ്യൻസ് വെച്ച് ഉണ്ട് സ്റ്റാഫ് ആൻഡ് അപ്ലോഡ് ക്ലാസ്സിൻ്റെ കൂടെ തന്നെ. അപ്പോൾ അത് നോക്കും. അത് കൂടാതെ നമുക്ക് മോക്ക് ടെസ്റ്റ് സീരീസ് ആയിട്ടും മന്ത്ലി ടെസ്റ്റായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ കൂടുതലും അറ്റൻഡ് ചെയ്ത ലാസ്റ്റ് മന്ത് തന്നെയാണ്. അതായത് മൊത്തം സിലബസും കവർ ചെയ്തതിന് ശേഷം ലാസ്റ്റ് റിവിഷൻ മന്തിലാണ് ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്തത്. നമുക്കല്ലാതെ ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞും ഇറക്കിയിട്ടുണ്ടായിരുന്നു, എക്സാമിന് ഇതായിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ സീരീസും ഞാൻ ബൈ ചെയ്തിട്ട് അതും മാക്സിമം ലാസ്റ്റ് മന്തിലാണ് അറ്റൻഡ് ചെയ്ത് നോക്കുക, ഈ റിവിഷൻ ടൈമിൽ. അപ്പോൾ എല്ലാം ഒന്ന് കവർ ചെയ്തിട്ട് നമ്മളൊരു ടെസ്റ്റിലോട്ട് കിടക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഇതിൻ്റെ തന്നെ ടെസ്റ്റുകൾ ഇതിനായിട്ട് ടെസ്റ്റ് സീരീസ് മാത്രമായിട്ടൊക്കെ ഇറക്കും. അപ്പോൾ അതും മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ പഠിച്ചത് എത്രത്തോളം നമുക്ക് ഓർമ്മയുണ്ടെന്ന് അറിയാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയുന്നതാണ്. അപ്പോൾ നമ്മൾ ഫ്രീക്വൻ്റ്ലി ഇതുപോലെ വീക്ക്ലി നമ്മൾ പഠിച്ച എല്ലാ സബ്ജക്ട്സും ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ അതുപോലെ ഇതുപോലെ ലാസ്റ്റ് മന്ത് സ്പെസിഫിക്കലി റിവിഷൻ ആൻഡ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസും ഉണ്ടായിരുന്നു. ഓരോ സബ്ജക്റ്റിൽ ലാസ്റ്റിൽ നമുക്ക് 2-3 ക്ലാസ് വെച്ച് Q&As മാത്രം സബ്ജക്ട്സിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ നമുക്ക് മൊത്തം ഫുൾ സബ്ജക്റ്റ് ഒരു റിവിഷൻ പോലെ തന്നെയാണ് Q&A അറ്റൻഡ് ചെയ്യുമ്പോൾ തോന്നുന്നത്. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫോമോ നമുക്കൊരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, നമ്മൾ ഇത് മിസ്സാക്കിയോ എന്നുള്ളത്. അതൊരു ലാസ്റ്റ് മന്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കൂടെ മെറ്റീരിയൽസ് ഗ്രാബ് ചെയ്യാൻ പോവുക ഇടയ്ക്ക്. അത് ചെയ്യാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം എസ്പെഷ്യലി പാത്തോളജിയിൽ കഴിഞ്ഞ 2-3 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നതൊക്കെ നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അത് ഓൾമോസ്റ്റ് 90% ആൾക്കാർക്കും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ടെസ്റ്റ് പഠിക്കാൻ പോകുന്നതൊക്കെ വളരെ മണ്ടത്തരമായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഫോമോ എടുത്ത് കളയണം. പിന്നെ പ്രിപ്പറേഷനിൽ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കുഴപ്പമില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസിലേക്ക് നമ്മൾ എത്തണം. നിങ്ങളെപ്പോലെ പല എക്സാംസിന് പഠിക്കുന്ന അഗ്രികൾച്ചറൊക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളുണ്ടാവും. അപ്പം അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവരുടെ ഒരു പ്രിപ്പറേഷനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ എന്താണ്? ഇപ്പോൾ നിങ്ങൾ റാങ്ക് ഹോൾഡേഴ്സാണ്, അത് ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അവരോട്? ഫസ്റ്റ് പറയാനുള്ളത്, നമ്മളിപ്പം ഏത് എക്സാം നമുക്ക് ഏത് പോസ്റ്റ് വേണം എന്നൊക്കെ ഉള്ളത് നമ്മൾ കൃത്യമായിട്ട് ഡിസൈഡ് ചെയ്യുക. അപ്പം അറ്റ് എ ടൈം ഒരെണ്ണത്തിന് മാത്രം ഫോക്കസ് കൊടുത്ത് പഠിക്കുക. സിലബസ് ആണ് നമ്മുടെ മെയിൻ സംഭവം. അപ്പം സിലബസ് ഉള്ളത് കവർ ചെയ്തിട്ട് നമ്മൾ എക്സ്ട്രാ ടോപ്പിക്കുകളോ ഇതിലൊക്കെ പോവുക.
ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് ട്രെൻഡ് മനസ്സിലാക്കുക. ഇപ്പം ഈ ഇടയായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ കൂടുതലാണ്. കുറച്ച് ഡെപ്തിലേക്ക് ഇറങ്ങിയാണ് ചില സബ്ജക്റ്റുകൾ ചോദിക്കുന്നത്. എന്നാൽ ചില സബ്ജക്റ്റ് വളരെ സർഫസ് ലെവലിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യുക. അപ്പം കോർ ടോപ്പിക്സ്, ഓരോ സബ്ജക്റ്റിലും കോർ ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ അത് ഒന്ന് സ്ട്രെസ് കൊടുത്ത് പഠിക്കുക. പിന്നെ കുറേ മെറ്റീരിയൽസിൻ്റെ പുറകെ പോയി സമയം കളയാതിരിക്കുക. മോക്ക് ടെസ്റ്റ് ചെയ്യുക. കൃത്യമായ ഇടവേളകളിൽ റിവിഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇനി വരുന്ന എക്സാംസിന് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഇനിയിപ്പോൾ എക്സാം വരുമ്പോൾ നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പം ഒരു എക്സാം വരുവാണെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ അതിന് ഫുൾ ഫ്ലെഡ്ജ്ഡായിട്ട് ഇരിക്കുക. ആ എക്സാം നേരിടാനായിട്ട് തന്നെ അതിനായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. കൂടാതെ നിങ്ങൾ ഏതെങ്കിലും കോച്ചിങ്ങും കൂടെ സപ്പോർട്ടും കൂടെ എടുക്കുക. ഏതെങ്കിലും ഒരു കോച്ചിങ്ങിൻ്റെ സപ്പോർട്ടും കൂടെ എടുത്തിട്ട് മാക്സിമം ടൈം അതിന് കൊടുത്ത് എഫേർട്ട് ഇട്ട് ചെയ്യണമായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മളൊരു സൈഡായിട്ടൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അത്രയും ലെവൽ കോമ്പറ്റീഷൻ ഇപ്പോൾ ഉണ്ട്. അപ്പം ഒരു എക്സാം വരുവാണെങ്കിൽ ഫുൾ ഫ്ലെഡ്ജ്ഡായിട്ട് അതിന് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ ഇരിക്കുക. കൂടാതെ മുമ്പ് അഞ്ചിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് പഠിക്കുന്നതിനകത്ത് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഒരു കോർ ടോപ്പിക്സ് കവർ ചെയ്തിട്ട് ലാസ്റ്റ് 1 മന്ത് വീണ്ടും പഠിക്കാൻ നിൽക്കാതെ നമ്മൾ എവിടെയാണോ നിർത്തിയത് അത് റിവൈസ് ചെയ്ത് നല്ല സ്റ്റിഫാക്കി കൊണ്ടുപോകും. അപ്പോൾ അതിൽ നിന്നായിരിക്കും നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് എനിക്ക് തോന്നുന്നത്. ഞാനും ഇത് തന്നെയാണ് പറയുന്നത്. നമ്മൾ മാക്സിമം ഒരു എക്സാം വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ലാസ്റ്റിലോട്ട് വെയിറ്റ് ചെയ്യാൻ നിൽക്കാതെ. ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത്. ബട്ട് നമുക്ക് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ മാക്സിമം നേരത്തെ തുടങ്ങുക. ഒരു നല്ല ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ ഓരോ ദിവസം എത്ര അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എങ്ങനെ ചെയ്താൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു കൃത്യമായിട്ടുള്ള പ്ലാൻ ഇട്ട് അത് ഫോളോ ചെയ്യുക. പിന്നെ അത് നമ്മൾ അനലൈസും കൂടെ ചെയ്യുക. നമ്മളത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ, നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെത്തേഡ്സിലാണെങ്കിലും ഒക്കെ എന്താണെന്ന് വെച്ചാൽ ചേഞ്ചസ് വരുത്തുക. മാക്സിമം നമ്മുടെ എഫേർട്ട് ഇടുക. എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നോ അത്രയും നമുക്കതിൽ റിസൾട്ട് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ തുടക്കത്തിൽ നന്നായിട്ട് പഠിച്ചിട്ട് ലാസ്റ്റ് ആ ഒരു മന്തിലോട്ട് നമ്മൾ കുറച്ച് വീക്കായി കഴിഞ്ഞാൽ അത് അത്രയും നമ്മുടെ എക്സാമിനെ ബാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ ഫുൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് ലാസ്റ്റ് വരെ പഠിക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഒരു സക്സസ് ജേണി നമ്മളോട് ഷെയർ ചെയ്യാൻ ഇത്രയും ടൈം നിങ്ങൾ മാറ്റി വെച്ചതിന് താങ്ക് യു സോ മച്ച്. അപ്പം അടുത്തൊരു സക്സസ് സ്റ്റോറിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.